പ്രിയമുള്ളവരെ, വചനജ്വാല 1099 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച 8 നോമ്പ് 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 1 മക്കബായരുടെ പുസ്തകം 15-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ലൂസിയൂസിന്റെ കത്ത്. രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയൂസും സംഘവും റോമായിൽ എത്തി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസിയൂസിന്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു. പ്രധാന പുരോഹിതനായ ശിമിയോനും യഹൂദ ജനവുമാണ് അവരെ അയച്ചത്. 1000 മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനും എതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കരുത് അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അവരിൽ നിന്ന് സ്വർണപരിച സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജദ്രോഹികൾ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളുടെ ദേശത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ശിമയോനോട് കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ദെമത്രിയൂസ് രാജാവിനും അത്താലൂസിനും അരിയാറാത്താസിനും അർസസ്വാക്കിനും സ്ഥാനപതി എഴുതി. സംസാമസ്, സ്പാർത്ത, ദെലോസ്, മിൻദോസ്, സിസിയോൺ, കാരിയ, സാമോസ്, പംഫീലിയ, ലിസിയ, ഹലിക്കാർ, നാസൂസ്, റോദോസ്, ഫെസേലീസ്, കോസ്റ്റീസ്, അരുദാസ്, ഗോർത്തീന, സ്നിദൂസ്, സൈപ്രസ്, കിറേന തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു. ഇതിന്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമിയോനും അയച്ചു കൊടുത്തു. അന്ത്യോക്കസ് പിണങ്ങുന്നു. അന്ത്യോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു. പുറത്തു കടക്കാനോ അകത്ത് കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി. സ്വർണം, വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ശിമിയോൻ അന്ത്യോക്കസിന്റെ അടുത്തേക്ക് അയച്ചു. അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു. ശിമിയോനുമായി മുമ്പുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വേദപാരംഗതനായ മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. റോമായിൽ അജ്ഞാതനായ ഒരാൾ പട്ടിണി കണ്ടു മരിച്ചപ്പോൾ അത് തന്റെ കുറ്റമാണെന്ന് കരുതി ഏതാനും ദിവസം വിശുദ്ധ കുർബാന പോലും അർപ്പിക്കാത്ത വ്യക്തിത്വമാണ് 1-ാം ഗ്രിഗറി മാർപ്പാപ്പ. ഒരു സെനറ്റർ കുടുംബത്തിൽ വലിയ ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ചു. അമ്മ സിൽവിയ പുണ്യവതി,
30-ാം വയസ്സിൽ തന്റെ വസ്തുവകകൾ 7 ആശ്രമങ്ങൾ പണിയാനായി വിട്ടുകൊടുത്തു. സ്വഭവനവും ഒരു ആശ്രമമാക്കി മാറ്റി. സന്യാസ വസ്ത്രം സ്വീകരിച്ചു. ജസ്റ്റസ് എന്ന സന്യാസി 3 കഷ്ണം സ്വർണം സ്വന്തമായി സൂക്ഷിച്ചു. അത് അറിഞ്ഞതു മുതൽ അദ്ദേഹത്തോട് ആരും സംസാരിച്ചിരുന്നില്ല. അദ്ദേഹം മരിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്താണ് സംസ്കരിച്ചത്. എന്നാൽ എല്ലാ ദിവസവും മുടക്കം കൂടാതെ വിശുദ്ധ കുർബാന ചെല്ലണമെന്ന് മാർപ്പാപ്പ ആജ്ഞാപിച്ചു. 100-ാം ദിവസം ജസ്റ്റസിന്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതനായ വിവരം ജസ്റ്റസ് പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചു. ഇങ്ങനെയാണ് ഗ്രിഗോറിയൻ കുർബാന ആരംഭിച്ചത്. വിശുദ്ധ ഗ്രിഗറി പുണ്യവാന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കട്ടെ.